കഷ്ടകാലവും കഷ്ടപ്പാടും മാത്രമായിട്ട് പണിക്ക് പോയൊരു കഥയാണ്. ഹൈ ഗായ്സ്, ഞാൻ അപ്പലു. വൈകുന്നേരം 5 മണിയോട് കൂടി തമിഴ്നാട് തിരുനെൽവേലിക്കുള്ള ട്രെയിൻ കയറി. നല്ല നല്ല കാഴ്ചകൾ അതും സൈഡ് സീറ്റിൽ ഇരുന്ന് കണ്ടുവരുമ്പോഴാണ് കുറച്ച് തലതെറിച്ച് നാറികള് ട്രെയിനിൽ കയറി. അതും വെള്ളടിച്ചിട്ടാണ് വണ്ടി കയറിയത്. നമ്മുടെ നേരെ ഓപ്പോസിറ്റും ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നീടാണ് അറിഞ്ഞത് അടിച്ചു കയറിയ എല്ലാവരും തനി നാടൻ മലയാളികളും. എന്നിട്ട് സ്ത്രീകളെ ഫോട്ടോസ് എടുത്ത് അവരെ ബുദ്ധിമുട്ടിച്ച് കാര്യങ്ങൾ ഒരുപാട് വഷളായി തുടങ്ങി. സ്ക്രീനിൽ കാണുന്ന ചേച്ചി ഫോട്ടോ ഡിലീറ്റ് ആക്കാനും വേണ്ടി ഒരുപാട് ചോദിച്ചു. മൂപ്പര് ഒരു കണക്കിന് കൊടുക്കാണ്ടായപ്പോ കണ്ടു നിന്ന് നമ്മുടെ ക്ഷമ തെറ്റി. പിന്നീട് ഞാൻ നല്ല രീതിക്ക് സംസാരിച്ച് സോപ്പിട്ട് ഫോൺ വാങ്ങി എടുത്ത ഫോട്ടോസ് മുഴുവനും ഡിലീറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞത് വെള്ളടിച്ചവര് മുഴുവൻ നമ്മുടെ മുഖത്ത് കയറാൻ തുടങ്ങി. പിന്നീട് അറമുറ തെറിയായി കയ്യേറ്റമായി കയ്യൊക്കെയുള്ളവൻ കാര്യക്കാരെ എന്നൊക്കെ പറയായിരുന്നു. തമിഴ്നാട് പോയ മലയാളിക്ക് ന്യായവും നിയമവും ഇല്ലാന്ന് മനസ്സിലാക്കി വേറെ കുറച്ചു പേര് ഇടപെട്ട് അവര് വേറെ ബോഗിയിലേക്ക് മാറ്റി. ഇവിടുന്ന് തുടങ്ങി ഞങ്ങളുടെ കഷ്ടകാലം. അങ്ങനെ പുലർച്ചയോടുകൂടി തിരുനെൽവേലി ഇറങ്ങി. പരിപാടി നടക്കുന്ന ഓഡിറ്റോറിയത്തിൽ കാലുകുത്തി. ട്രെയിനിൽ നിന്ന് മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റാത്തോണ്ട് കിട്ടിയ സ്ഥലത്ത് കണ്ണും ചെമ്പി ഉറങ്ങി എണീച്ചു. പല്ലുതേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് പണി തുടങ്ങി. പരിപാടി നടക്കുന്ന ഒരു ഭാഗത്തും ഫ്രൂട്ട്സ് കൊണ്ടേ വെച്ചത് വേറൊരു ഭാഗത്തും. എന്ത് പണിക്കാൻ പോയിട്ടുള്ളതെന്ന് വീഡിയോന്റെ അവസാനം വരെ കണ്ടറിയൂ. അങ്ങനെ മൊട്ട വെയിലത്ത് അതെല്ലാം കടത്തി കഴിഞ്ഞപ്പോഴാണ് ഈ ഉന്തുവണ്ടിനെ കണ്ണീ കണ്ടത്. അല്ലെങ്കിൽ ആവശ്യത്തിനൊന്നും കാണൂല എന്ന് വെറുതെ അല്ല പറയണത്. അതിന്റെ സങ്കടത്തിൽ മനസ്സറിഞ്ഞ് തേച്ചൊരിച്ച് കുളിച്ച് ആകെക്കൂടി സമാധാനം വാരിക്കോരി തരുന്ന പള്ളിക്ക് പോയി. എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നാൽ ഇവിടെ കയറി 2 റക്അത്ത് നിസ്കരിക്കുമ്പോ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. സത്യം പറയാലോ, ഇതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റൂല, അനുഭവിച്ച് തന്നെ തീർക്കണം. അങ്ങനെ ഒരു 3 മണിയോട് കൂടി ഫ്രൂട്ട്സ് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങി. 2000 പേരുടെ ഗ്രാൻഡ് കല്യാണ പരിപാടിക്ക് ലൈവ് ഫ്രഷ് ജ്യൂസ് അടിക്കാനും വേണ്ടി വന്നതാണ് നമ്മുടെ പണി. പണിയെടുക്കാൻ പൈസ ഉണ്ടാക്കി. എങ്ങനെ പൈസ ഉണ്ടാക്കിയെന്ന് ആരും ചോദിക്കൂല. ഉണ്ടാക്കുന്ന പൈസ ഹലാലാണോ മാത്രം നോക്കിയാൽ മതി. അതുകൊണ്ട് എന്ത് പണി കിട്ടിയാലും നമ്മൾ പോകും. 6-7 മണിയാവുമ്പോ ജനങ്ങളൊക്കെ വന്നു തുടങ്ങി. ഫുള്ള് തിക്കും തിരക്കും മാത്രം. 2000 പേർക്ക് പറഞ്ഞത് 2200 ആയി. പിന്നീട് 2500 ആയി. 3000ന്റെ അടുത്ത് വരെ എത്താൻ തുടങ്ങി. ജ്യൂസ് അടിച്ചടിച്ച് ഊപ്പാടളകി. അങ്ങനെ എങ്ങനെയൊക്കെ ജ്യൂസ് അടി നിർത്തി. എന്നിട്ട് നല്ല ഫുഡ് അടിച്ച് കയറ്റി. റെയിൽവേ സ്റ്റേഷൻ എത്തിയതും കേരളത്തിലേക്കുള്ള അവസാന ട്രെയിന് 2 മിനിറ്റ് മുന്നേ പോയി. കൊതുകടിയും കൊണ്ട് അവിടെ തന്നെ കിടന്നു. പിറ്റേന്ന് രാവിലെ തന്നെ ഉറക്കമപ്പിൽ വണ്ടി മാറി കയറിയത് ധനുഷ്കോടി ഭാഗത്തേക്കുള്ള വണ്ടിയിലാ പോയത്. കാഴ്ചകൾ കണ്ട് ഒരുപാടൊന്നും സുഖിച്ചില്ല. DTR വന്ന് കയ്യോടെ പൊക്കി. ടിക്കറ്റ് എടുത്തത് ഒരു ഭാഗത്ത്, വണ്ടി കയറിയത് മറ്റൊരു ഭാഗത്ത്. മലയാളി കൂടി ആയപ്പോ നല്ല കനത്തിൽ കിട്ടി. തിരിച്ച് മദ്രാസ് റെയിൽവേ സ്റ്റേഷനിൽ പോയി കേരളത്തിലേക്കുള്ള കറക്റ്റ് വണ്ടി കയറി. ഓരോ കഷ്ടകാലം അവസാനിച്ചു എന്ന് വിചാരിക്കുന്നതോറും പിന്നെയും വന്നോണ്ടിരിക്കുകയാണ്. എന്തായാലും രക്ഷപ്പെടും. മുകളിലുള്ളവരെ കയ്യിലില്ല. ഇതൊക്കെ അത്ര ചിന്തിച്ചാൽ മതിയായി. ഈ സമയവും കടന്നുപോകും. നിറഞ്ഞ പുഞ്ചിരിയോട് കൂടിയുള്ള എന്റെ കഷ്ടകാലം ഈ വീഡിയോട് കൂടി മാത്രം അവസാനിച്ചു എന്ന് പറയാം. അപ്പസ്സലാം.